ബിസിനസ് ചെയ്യുന്ന നമ്മൾ എല്ലാവരെയും ഓൺടർപ്രണേഴ്സിനെ മൊത്തമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന യഥാർത്ഥമായൊരു ചിത്രമുണ്ട്. അതിലൊരു 10, 15, 20% ആളുകൾ ഈ ബിസിനസ് കൊണ്ട് നന്നായിട്ട് നല്ല ജീവിത നിലവാരത്തിൽ ജീവിച്ചു പോകുന്നു. വളരെ സന്തോഷത്തോടുകൂടി അവരുടെ സംരംഭത്തെ അവർ സ്നേഹിക്കുകയും അതുപോലെ വളർത്തുകയും ചെയ്യുന്നു. എന്നാൽ ബാക്കി വരുന്ന 75-80% ആളുകളും ഈ ബിസിനസ് തുടങ്ങിയതിൻ്റെ പേരിൽ അവരുടെ ജീവിതം ഹോമിക്കപ്പെടുന്നു, കുരുക്കിലാവുന്നു. അവരേറ്റവും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഒരു ദിവസവും ജീവിതം അറിയാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു വലിയ ദശാസന്ധിയിൽ പെടുന്നു. ഇതിൻ്റെ പ്രത്യേകമായ കാരണം നമ്മൾ വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ഒന്ന്, ഒരു എൻജിനീയർ ആണെങ്കിൽ അത് എത്ര കാലം പഠിക്കുന്നു അല്ലേ? ഒരു ഡോക്ടർ ആകുമ്പോൾ പ്രൊഫഷണലി അദ്ദേഹം ആ സമൂഹത്തിലേക്ക് ഇറങ്ങി ആ പണിയിൽ ഏർപ്പെടുമ്പോൾ എത്ര കാലം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആയത്? ഇങ്ങനെ ഓരോ പ്രൊഫഷനിലും എന്നാൽ ഏറ്റവും കടുപ്പവും കാഠിന്യമുള്ള ഒരുപാട് അനുഭവങ്ങൾ വേണ്ട, ഒരുപാട് നോളജ് വേണ്ട ഒരു പ്രത്യേക ഫീൽഡാണ് ബിസിനസ്. ഇങ്ങനെ നമ്മൾ തിരിച്ചറിയാതെ അവിടെ നോളജ്, അറിവുകൾ വേണം, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്ന പ്രായോഗിക വിവരവും ബുദ്ധിയും അത് വിസ്ഡമായിട്ട് തിരിച്ചറിവായിട്ട് നമുക്ക് വേണം. ഇങ്ങനെ ഒരുപാട് മേഖലകളെ ഒരുപാട് കാലം കൊണ്ട് ഒരുപാട് ആളുകളിൽ നിന്ന് ഒരുപാട് യാത്രകളിലൂടെ ഒരുപാട് മനനവും ചിന്തയും പര്യവേഷണവും പര്യടനവും അതുപോലെ യാത്രകൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ബിസിനസ്മാൻ, ഒരു ഓൺട്രപ്രണർ, സംരംഭകൻ ജനിക്കുന്നത്. ഇത് ഇന്നലെ ഒരാശയം വന്നു, ഇന്നത് പ്രാവർത്തികമാക്കി നാളെ വിജയിക്കണം എന്ന വാശിയിൽ നമ്മൾ കടന്നു വരുമ്പോഴാണ് ഈ പറഞ്ഞ ബഹുഭൂരിപക്ഷത്തിനും ബിസിനസ് ഒരു ഊരാക്കുരുക്കായി മാറുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കണം, ആ പ്രൊഡക്റ്റ് പോകുന്ന മാർക്കറ്റ് പ്ലേസിനെ മനസ്സിലാക്കണം, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസിങ് എന്താണെന്ന് മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ കസ്റ്റമറെ ശരിക്കും മനസ്സറിഞ്ഞ് പഠിക്കണം. ഇതുപോലെ തന്നെ അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനെയും നമ്മൾ ഡിസൈൻ ചെയ്യണം. ഇങ്ങനെ അതിൽ വരുന്ന 100 കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ വിവേചിച്ച് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷം ബിസിനസ് കൊണ്ട് വളരെ സന്തോഷത്തിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തിക്കൊണ്ട് അവരെന്നും ഉയർന്ന് പൊങ്ങി സക്സസ്സിലെത്തുന്നത്? ഒരുപാട് ആളുകൾ താഴ്ന്ന് പോയി ആ ബിസിനസ് തന്നെ അവരെ ഇല്ലാതാക്കുന്നത് എന്ന സത്യം നാം തിരിച്ചറിയുന്നു.